വെൽക്കം ബാക്ക് ടു എക്സാം മൈ ലേണിംഗ് NMMS ലെക്ചർ സീരീസ്. സോഷ്യൽ സയൻസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിലെ സിവിക്സ് ഏരിയയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെന്റ് എന്നിങ്ങനെ കുറച്ച് ഏരിയകളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താ ഭരണഘടന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നിയമമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെ ഉണ്ടാവുക നമുക്ക് നോക്കാം. രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളുടെ നിർവചനം, ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഘടന, അധികാരങ്ങൾ, നടപടിക്രമങ്ങൾ, കർത്തവ്യങ്ങൾ, പൗരന്റെ മൗലികാവകാശങ്ങൾ, കടമകൾ, രാഷ്ട്രഭരണത്തിനായുള്ള നിർദ്ദേശക തത്വങ്ങൾ മുതലായവ ഭരണഘടന മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉള്ളതാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് ദി സുപ്രീം ലോ ഓഫ് ഇന്ത്യ. It sets out the basic political principles of the country, the structure of the government, the powers, procedures, duties, fundamental rights and obligations of citizens and the directive principles for the governance of the country. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു സവിശേഷത എന്താണെന്നറിയോ? എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇതിൽ 25 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 12 പട്ടികകളുമാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഈ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26-നാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് റാറ്റിഫൈഡ് ഓൺ 26 നവംബർ 1949. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് നവംബർ 26, 1949-ലാണ്. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സസ് ഓൺ ജനുവരി 26, 1950. 1950 ജനുവരി 26-നാണ് നിലവിൽ വന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ജനുവരി 26-നാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ നവംബർ 26-ന് നമ്മൾ ഭരണഘടനാ ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൗലികാവകാശങ്ങൾ അല്ലേ? ഒരു വ്യക്തിക്ക് ഒരു പൗരന് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ എസെൻഷ്യൽ ഗ്യാരണ്ടീഡ് ഫ്രീഡംസ് പ്രൊട്ടക്ടിങ് ഇൻഡിവിജ്വൽസ് ഫ്രം സ്റ്റേറ്റ്സ് ഓവർ റീച്ച് എൻഷുറിംഗ് ഡിഗ്നിറ്റി ആൻഡ് ഡെവലപ്മെന്റ് enshrined in a nation's constitution. ഒരു വ്യക്തിക്കും ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ മെൻഷൻഡ് ഇൻ പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം പാർട്ടിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. പണ്ട് 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇപ്പോൾ 6 ഉള്ളത്. ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തേതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. റൈറ്റ് ടു ഫ്രീഡം, സെക്കൻഡ് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. ഓരോ ആർട്ടിക്കിളും ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് ഇതിലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ആർട്ടിക്കിൾ 29, 30-ലാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 മുതൽ 35 വരെയുള്ളതിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓരോ പൗരനും നിർബന്ധമായും ലഭ്യമാക്കേണ്ട അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായും 6 ഉള്ളത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇതാണ് മൗലികാവകാശങ്ങൾ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ ഇവയൊക്കെയാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. നമ്മുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഹൂ ഈസ് നോൺ ആസ് ദി ചീഫ് ആർക്കിടെക്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ. ഏതായിരിക്കും ആൻസർ? ഡോക്ടർ BR അംബേദ്കർ ആണ് നമ്മുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്ക് കരട് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇതിൻ്റെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ തന്നെ ഭരണഘടനയിലെ മുഖ്യ ആശയങ്ങളും ഘടനകളും രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നതെന്നാണ് ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്?
1946 ഡിസംബർ 6, 1947 ഡിസംബർ 6, 1946 ഡിസംബർ 9 എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. നോക്കൂ, ആൻസർ നോക്കാം. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6 അപ്പൊ ആൻസർ വരുന്നത് 1946 ഡിസംബർ 6 എന്നാണ് ആൻസർ വരുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ 389 അംഗങ്ങൾ ഉണ്ടായിരുന്ന സഭ 1947 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായി പുനഃസംഘടിക്കപ്പെട്ടു. അപ്പോൾ റൈറ്റ് ആൻസർ വരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓപ്ഷൻ എ മൗലിക കർത്തവ്യങ്ങൾ, ഓപ്ഷൻ ബി മൗലിക അവകാശങ്ങൾ, ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. ഇതിൽ ഏതാണ് മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ വരുന്നത് ആൻസർ വരുന്നത് മൗലികാവകാശങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഈ മാഗ്ന കാർട്ട എന്നുള്ളതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ വലിയ പ്രമാണം എന്നുള്ളതാണ് മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം. ബ്രിട്ടനിലെ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയുടെ ഭരണഘടനയാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്നല്ലേ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 25 ഭാഗങ്ങളുണ്ട്. 25 ഭാഗങ്ങളിൽ 3-ാമത്തെ ഭാഗത്തിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. 470 അനുച്ഛേദങ്ങളും 12 ഷെഡ്യൂളുകളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. പിന്നെ USA ഭരണഘടന ചെറിയ ഭരണഘടനയാണ്. അതുപോലെ തന്നെ ബ്രിട്ടൻ അലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ബ്രിട്ടൻ. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്താണ്? ഇൻ വിച്ച് ഡേ സെലിബ്രേറ്റഡ് ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ? ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്താണെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1949 നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇപ്പൊ ഓപ്ഷൻസ് നോക്കുക. 1949 നവംബർ 26, 1950 ജാനുവരി 26, 1949 ജാനുവരി 26, 1950 നവംബർ 26. കൺഫ്യൂഷൻ ആക്കില്ലേ? 1949 നവംബർ 26 നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അന്നാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത്. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 പക്ഷെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യ യോഗം നടന്നത് എവിടെയാണ്? അല്ല എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഹെൽഡ് ഓൺ ഓപ്ഷൻ എ 15th December 1946, 14th August 1947, 9th November 1946, 9th December 1946. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 9th December 1946 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യ യോഗം നടന്നത്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യ യോഗം നടന്നത് 1946 ഡിസംബർ 9 ന്യൂഡൽഹിയിൽ വെച്ചാണ്. ഇത് പാർലമെന്റ് മന്ദിരത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ് ചേർന്നത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു അധ്യക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യ യോഗത്തിന്റെ അധ്യക്ഷൻ. ഡൽഹിയിൽ വെച്ചാണ് ഇത് നടന്നിട്ടുള്ളത്. ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ബിക്കെയിം എ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ? വിദ്യാഭ്യാസ അവകാശ നിയമം ഒരു മൗലികാവകാശമായത് ഏത് ആർട്ടിക്കിളിന്റെ കീഴിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ തന്നിട്ടുള്ളത് ആർട്ടിക്കിൾ 21A, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 19, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 25, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 32. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആർട്ടിക്കിൾ 21ന്റെ കീഴിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഒരു മൗലികാവകാശമായിട്ട് മാറിയിട്ടുള്ളത്. വിദ്യാഭ്യാസ അവകാശ നിയമം 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇത് പ്രകാരം 2009 ഈ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചത്. 2010 നിയമം പ്രാബല്യത്തിൽ വന്നത്.
ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള ഗുണനിലവാരത്തിലുള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കണം. ഇതിൽ പറയുന്ന മറ്റ് അവകാശങ്ങൾ നോക്കാം. ആർട്ടിക്കിൾ 19 സ്വതന്ത്രാവകാശങ്ങളാണ് പറയുന്നത്. ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി പരിഹാരം കാണുന്നതിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസ അവകാശം. ഇത് 2010 ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. ഓക്കെ, ഇനി അടുത്ത നോക്കാം. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഡാഷ് ആർ ദി ഡിറക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദി സുപ്രീം കോർട്ട് ഓർ ദി ഹൈക്കോർട്ട് ടു പ്രൊട്ടക്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഡാഷ്. അപ്പൊ നമുക്കറിയാം മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ പൗരനും ഉറപ്പായും ലഭിക്കേണ്ട അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഈ മൗലികാവകാശങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ, ഈ അവകാശങ്ങൾ ലഭിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ ഓരോ പൗരനും സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നേരിട്ട് സമീപിക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം ഭരണഘടനാപരമായി പരിഹാരം കാണുന്നതിനുള്ള അവകാശം ആണ് ഇത്. ഈ ഒരു അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ മൗലികാവകാശങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പൗരന് നേരിട്ട് സമീപിക്കാവുന്നതാണ്. ഈ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ആൻസർ വരുന്നത് റിട്സ് കേട്ടോ. ഈ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളെ റിട്ടുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് ഭരണഘടനാപരമായിട്ട് പരിഹാരം കാണുന്നതിനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശം എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ്? വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ BR അംബേദ്കർ ആസ് ദി ഹെഡ് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശമെന്ന് ഡോക്ടർ BR അംബേദ്കർ ഏത് അവകാശത്തെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വാവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓപ്ഷൻ സി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ വിളിക്കുന്ന പേരെന്താണ്? വാട്ട് ഈസ് ദ നെയിം ഗിവൻ ടു ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻ വിച്ച് പീപ്പിൾ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവേണൻസ് ആൻഡ് ലോ മേക്കിംഗ്? ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജനാധിപത്യ വ്യവസ്ഥയെ രണ്ട് തരത്തിലുണ്ട്: പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം. ഇതിൽ ജനങ്ങളാൽ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ മുഖേന ഭരണം നടത്തുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഡയറക്റ്റ് ഡെമോക്രസി, പ്രത്യക്ഷ ജനാധിപത്യം. ഇപ്പം ഞാൻ പറഞ്ഞു ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥ വിളിക്കുന്ന പേരാണ് പ്രത്യക്ഷ ജനാധിപത്യം. ആൻസർ വരുന്നത് പ്രത്യക്ഷ ജനാധിപത്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ജനങ്ങളെ നേരിട്ട് തന്നെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന വ്യവസ്ഥയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഡെമോക്രസി രണ്ട് രീതികളുണ്ട്. പ്രത്യക്ഷ ജനാധിപത്യം ഉണ്ട്, പരോക്ഷ ജനാധിപത്യം ഉണ്ട്. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന, ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നതിനാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. പരോക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭരണം നടത്തുന്നതിന് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പരോക്ഷ ജനാധിപത്യം. അപ്പം ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള ജനാധിപത്യ രീതിയാണ് നിലനിൽക്കുന്നത്? പരോക്ഷ ജനാധിപത്യ രീതിയാണ് ഇന്ത്യയിലൊക്കെ നിലനിൽക്കുന്നത്.
ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഭരണം നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം വിച്ച് കൺട്രി ഡിഡ് ഇന്ത്യ ബോറോ ഫണ്ടമെന്റൽ റൈറ്റ്സ്? മൗലികാവകാശങ്ങൾ ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ രാജ്യത്തിൻ്റെയും ഭരണഘടനയുടെ മോഡല് ഇന്ത്യ കടമെടുത്തിട്ടുണ്ട്. അപ്പം മൗലികാവകാശങ്ങൾ ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വന്നിട്ടുള്ളത് അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ. അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യമാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളത്. അത് ഇന്ത്യ കടമെടുത്തിട്ടുണ്ട്. പിന്നെ റഷ്യയിൽ നിന്ന് മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തത് പാർലമെന്റ് സമ്പ്രദായമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റൈറ്റ് ഓഫ് ദി പ്രസിഡന്റ് സെൻഡ് ബാക്ക് ബിൽസ് ടു ദ പാർലമെന്റ് ഫോർ റീകൺസിഡറേഷൻ. ബില്ലുകൾ പുനഃപരിശോധന നടത്തുന്നതിന് പാർലമെന്റിന് തിരിച്ചയക്കാൻ രാഷ്ട്രപതിക്കുള്ള അധികാരത്തെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വരുന്നത് വീറ്റോ, ബി പ്രമേയം, ഓപ്ഷൻ സി ഒപ്പുവെക്കൽ, ഓപ്ഷൻ ഡി അവിശ്വാസ പ്രമേയം. ആൻസർ വരുന്നത് വീറ്റോ ആണ്. ഈ ബില്ലുകൾ പുനഃപരിശോധന നടത്തുന്നതിനും പാർലമെന്റിന് തിരിച്ചയക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ പറയുന്ന പേരാണ് വീറ്റോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിവൈസ് ടു എൻഫോഴ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിന്റെ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതിന് പാർലമെന്റിനെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം ഏതാണെന്നാണ് ചോദിക്കുന്നത്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് ആണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിവൈസ് ടു എൻഫോഴ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിന്റെ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതിന് പാർലമെന്റിനെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നിയമനം, ബി തിരഞ്ഞെടുപ്പ്, സി അവിശ്വാസ പ്രമേയം, ഓപ്ഷൻ ഡി നാമനിർദ്ദേശം. ആൻസർ വരുന്നത് അവിശ്വാസ പ്രമേയമാണ്. അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള മന്ത്രിസഭയിൽ ലോകസഭയ്ക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തി സഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം. ഇത് പ്രകാരം പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ വിശ്വാസം നിലനിർത്തിയാൽ മാത്രമേ അധികാരത്തിൽ തുടരാൻ കഴിയുള്ളൂ. ഭൂരിപക്ഷ അംഗങ്ങൾ ചേർന്ന് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ മന്ത്രിസഭയ്ക്ക് അധികാരം നഷ്ടപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അപെക്സ് കോർട്ട് ഓഫ് ദി ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിലെ പരമോന്നത കോടതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ജില്ലാ കോടതി, കീഴ്ക്കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി. ഏതാണ്? സുപ്രീം കോടതിയാണ് ആൻസർ വരുന്നത്. സുപ്രീം കോടതി നോക്കാം. സുപ്രീം കോർട്ടാണ് ഏറ്റവും നമ്മുടെ ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിലെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ്. അതിന് തൊട്ട് താഴെ വരുന്നതാണ് ഹൈക്കോർട്ട്. ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിലെ ഉന്നത കോടതിയാണ് ഹൈക്കോർട്ട്. ഡിസ്ട്രിക്ട് കോർട്ട് പറഞ്ഞാൽ ഡീൽസ് വിത്ത് കേസസ് കമ്മിങ് ഫ്രം ദി ഡിസ്ട്രിക്ട്. ഒരു ജില്ലയുടെ കീഴിലുള്ള കേസുകൾ പരിഗണിക്കുന്നതാണ് ഡിസ്ട്രിക്ട് കോർട്ട്. അത് കഴിഞ്ഞിട്ട് സബോർഡിനേറ്റ് കോർട്ട്, ഈ കോടതികൾ അതിന് ശേഷമാണ്. അപ്പോൾ സുപ്രീം കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ ജില്ലാ കോടതി, പിന്നെ കീഴ്ക്കോടതി, അങ്ങനെയാണ് വരിക. പാർലമെന്റിലെ ദൈനംദിന നടപടികൾ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. ഡെയിലി സെഷൻസ് ഓഫ് പാർലമെന്റ് ബിഗിൻസ് വിത്ത് ശൂന്യവേള, ചോദ്യോത്തരവേള, അടിയന്തര പ്രമേയം, അരമണിക്കൂർ ചർച്ച. അപ്പോൾ പാർലമെന്റ് ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യോത്തര വേളയിലൂടെയാണ് പാർലമെന്റിലെ ദൈനംദിന നടപടികൾ ആരംഭിക്കുന്നത്. ദ ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ബൈ ദി പ്രോസസ് ഓഫ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഇംപീച്ച്മെന്റ്, സസ്പെൻഷൻ, ഡിസ്മിസൽ, റദ്ദാക്കൽ. ഓപ്ഷൻ എ ഇംപീച്ച്മെന്റ് ആണ് ആൻസർ വരുന്നത്. ഇത് പ്രകാരം ഈ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ജഡ്ജിമാർക്കെതിരെ എന്തെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ടാലോ കുറ്റം തെളിയിക്കപ്പെട്ടാലോ ആ ജഡ്ജിമാരെ ഇംപീച്ച്മെന്റ് പ്രകാരം നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ അപ്പർ ഹൗസ് ഓഫ് ദി ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റിലെ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലോകസഭ, രാജ്യസഭ, ഗ്രാമസഭ, നിയമസഭ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പാർലമെന്റിലെ ഉപരിമണ്ഡലം, ദ അപ്പർ ഹൗസ് ഓഫ് ദി ഇന്ത്യൻ പാർലമെന്റ് എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ലോകസഭ, രാജ്യസഭ, ഗ്രാമസഭ, നിയമസഭ. രാജ്യസഭയാണ് ഇന്ത്യൻ പാർലമെന്റിലെ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഭരണകൂടത്തിന്റെ അധികാരങ്ങളെ മൂന്നായിട്ട് തിരിക്കാം. ഗവൺമെന്റിന് പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളുണ്ട്. നിയമനിർമ്മാണ വിഭാഗം, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ. നിയമനിർമ്മാണ വിഭാഗത്തെ പറയുന്ന പേരാണ് ലെജിസ്ലേച്ചർ. എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം. നീതിന്യായ വിഭാഗത്തെ പറയുന്ന പേരാണ് ജുഡീഷ്യറി. നിയമനിർമ്മാണ വിഭാഗത്തിന്റെ കീഴിൽ വരുന്നതാണ് പാർലമെന്റ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങൾ കൂടി ചേർന്നതാണ്. പാർലമെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി.
ഇതിൽ രാജ്യസഭയെ പറയുന്ന പേരാണ് ഉപരിമണ്ഡലം, ലോകസഭ അധോമണ്ഡലം. ഇങ്ങനെ 2 പവർ ഹൗസ് ആണുള്ളത് നമ്മുടെ പാർലമെന്റിന്. പിന്നെ രാഷ്ട്രപതിയും കൂടി ചേർന്നതാണ്. കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിസഭ ഉദ്യോഗസ്ഥർ ഇവയെല്ലാവരുമാണ് ഉൾപ്പെടുന്നത്. പിന്നെ നീതിന്യായ വിഭാഗത്തിൽ ജുഡീഷ്യറിയിൽ സുപ്രീം കോടതി. ആൻസർ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. കേരളത്തിൽ നിന്നുമുള്ള ലോകസഭാംഗങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് 20, 9, 12, 15. 20 അംഗങ്ങളാണ് കേരളത്തിൽ നിന്ന് ഇപ്പോഴുള്ള അംഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഉപരാഷ്ട്രപതി, ഓപ്ഷൻ ബി സ്പീക്കർ, ഓപ്ഷൻ സി രാഷ്ട്രപതി, ഓപ്ഷൻ ഡി പ്രതിപക്ഷ നേതാവ്. അപ്പം എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയുടെ പേരെന്താ അറിയോ? CP രാധാകൃഷ്ണനാണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാനുമാണ്. രാജ്യസഭയുടെ കീഴിലുള്ള പ്രധാന മീറ്റിങ്ങുകൾക്കും പരിപാടികൾക്കൊക്കെ സമ്മേളനങ്ങൾക്കൊക്കെ അധ്യക്ഷനാവുന്നതും ഉപരാഷ്ട്രപതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെഷൻസ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ആർ സമ്മൺഡ് ബൈ. ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി പ്രസിഡന്റ്, ഓപ്ഷൻ സി സ്പീക്കർ, ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ്. ഇതിൽ ഏതാ ആൻസർ വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നിയമസഭ, ലോകസഭ, രാഷ്ട്രപതി ഇവർ 3 കൂടി ചേർന്നതാണല്ലോ. അപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബില്ല് എന്നാൽ എ ബിൽ മീൻസ് എ ലോ ഇൻ ഡ്രാഫ്റ്റ് ഫോം, എ ഡിസിഷൻ ഇൻ ഡ്രാഫ്റ്റ് ഫോം, എ ജഡ്ജ്മെന്റ് ഇൻ ഡ്രാഫ്റ്റ് ഫോം, ആൻ അക്കൗണ്ട് ഇൻ ഡ്രാഫ്റ്റ് ഫോം. ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു നിയമത്തിന്റെ കരട് രൂപമാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിന്റെ കരട് രൂപമാണ്, ഒരു വിധിയുടെ കരട് രൂപമാണ്, ഒരു അക്കൗണ്ടിന്റെ കരട് രൂപമാണ്. ഇതിലേതാണ് ബില്ല് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഒരു നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Indian state having bicameral legislature is. ദ്വിമണ്ഡല നിയമസഭ നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേരള, ഒറീസ, തമിഴ്നാട്, ബീഹാർ. കേരളം, തമിഴ്നാട്, ഒറീസ, ബീഹാർ ഇതിലേതാണ് ദ്വിമണ്ഡല നിയമസഭ നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 മണ്ഡലങ്ങളുള്ള നിയമസഭയാണ് ദ്വിമണ്ഡലം എന്ന് പറയുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല നിയമസഭയുള്ള സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലുങ്കാന, ഉത്തർപ്രദേശ്. ഈ 6 സംസ്ഥാനങ്ങളിൽ മാത്രമേ ദ്വിമണ്ഡലങ്ങൾ നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഏകമണ്ഡല നിയമസഭയാണ്. അപ്പം ഇതിലെ ഓപ്ഷൻസിൽ നമുക്ക് നോക്കാം. ബീഹാറാണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ബീഹാറിലാണ് ദ്വിമണ്ഡല നിയമസഭ നിലനിൽക്കുന്നത്. ബീഹാർ കൂടാതെ ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല നിയമസഭയാണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജോയിന്റ് സിറ്റിംഗ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ഈസ് പ്രിസൈഡഡ് ഓവർ. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണോ, ലോകസഭാ സ്പീക്കറാണോ, രാജ്യസഭാ അധ്യക്ഷനാണോ, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ? ഇതിൽ ലോകസഭ സ്പീക്കറാണ് ഇന്ത്യൻ പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് ആണ്, പക്ഷേ ലോകസഭ സ്പീക്കറാണ് ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ വാസ് ഹെൽഡ് ഇൻ ദി ഇയർ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1950, ഓപ്ഷൻ ബി 1951, ഓപ്ഷൻ സി 1955, ഓപ്ഷൻ ഡി 1940. അപ്പോൾ ഈ ഇത് നോക്കിയാൽ നമുക്ക് കുറച്ച് കാര്യം മനസ്സിലാകും. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ആ സ്വാതന്ത്ര്യം ലഭിച്ച വർഷത്തിൽ തന്നെ നമ്മൾ പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് അവിടെ ഡിലീറ്റ് ആക്കാം. പിന്നെ നോക്കാം 1950, 51, 55. 51 ഫസ്റ്റ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. 1950 ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951. 1950 ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു സുകുമാർ സെൻ.
ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. 1950 ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ വാസ് ഓപ്ഷൻ എ ജസ്റ്റിസ് YV ചന്ദ്രചൂഡ്, ഓപ്ഷൻ ബി ജസ്റ്റിസ് HJ കനിയ, ഓപ്ഷൻ സി ജസ്റ്റിസ് HA ബോബ്ഡെ, ഓപ്ഷൻ ഡി ജസ്റ്റിസ് KN സിംഗ്. ഇതിൽ ആരാണ് ഫസ്റ്റത്തെ ചീഫ് ജസ്റ്റിസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് HJ കനിയ ആണ് ഫസ്റ്റത്തെ ചീഫ് ജസ്റ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സെൻട്രൽ ക്യാബിനറ്റ് മീറ്റിംഗ് ഇൻ ഇന്ത്യ ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ. കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹമാണ് മിനിസ്റ്റേഴ്സ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഈ ഒരു മീറ്റിംഗിൽ വെച്ചിട്ടാണ്, ക്യാബിനറ്റ് യോഗത്തിൽ വെച്ചിട്ടാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കേൾക്കുന്നത്. ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ ഹിയർഡ് ബൈ. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കേൾക്കുന്നത് ഏത് കോടതിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സംസ്ഥാന ഹൈക്കോടതിയാണ്, ഓപ്ഷൻ ബി സുപ്രീം കോടതിയാണ്, ഓപ്ഷൻ സി ജില്ലാ കോടതിയാണ്, ഓപ്ഷൻ ഡി പ്രത്യേക കോടതിയാണ്. അപ്പം 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ആവുമ്പം സംസ്ഥാന കോടതി ആയിരിക്കുമോ? അല്ലല്ലോ, സുപ്രീം കോടതിയാണ് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കേൾക്കുന്നതും അതിനുള്ള പരിഹാരം കാണുന്നതും സുപ്രീം കോർട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ദി പ്രസന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ്. ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റ്, ഓപ്ഷൻ ബി തീൻമൂർത്തി ഭവൻ, ഓപ്ഷൻ സി 7 ലോക്ക് കല്യാൺ മാർഗ്, ഓപ്ഷൻ ഡി 9 റേസ് കോഴ്സ് റോഡ്. ഓപ്ഷൻ സി 7 ലോക്ക് കല്യാൺ മാർഗ് ആണ് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത്. നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയുടെ പേരാണ് നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റ്. തീൻമൂർത്തി ഭവൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ ഔദ്യോഗിക വസതിയുടെ പേരായിരുന്നു തീൻമൂർത്തി ഭവൻ. ഓപ്ഷൻ ഡി റേസ് കോഴ്സ് റോഡ് എന്ന് പറഞ്ഞാൽ ഈ കല്യാൺ മാർഗിന്റെ ഓൾഡ് നെയിമാണ് റേസ് കോഴ്സ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് 7 ലോക്ക് കല്യാൺ മാർഗാണ്. തീൻമൂർത്തി ഭവൻ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ ഔദ്യോഗിക വസതിയുടെ പേരായിരുന്നു തീൻമൂർത്തി ഭവൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏകമണ്ഡല നിയമസഭ നിലനിൽക്കുന്ന രാജ്യം. യൂണികാമറൽ ലെജിസ്ലേച്ചർ എക്സിസ്റ്റ് ഇൻ. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ദ്വിമണ്ഡലാണുള്ളത്. ഇന്ത്യക്ക് ലോകസഭ രാജ്യസഭ എന്നിങ്ങനെ ദ്വിമണ്ഡൽ 2 ബൈക്യാമറൽ ലെജിസ്ലേച്ചറാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. പിന്നെ ഗ്രേറ്റ് ബ്രിട്ടൻ ആണോ USA ആണോ ചൈനയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ചൈനയാണ് ഏകമണ്ഡല നിയമസഭ നിലനിൽക്കുന്ന രാജ്യം വരുന്നത്. നാഷണൽ പീപ്പിൾ കോൺഗ്രസ് എന്നതാണ് ചൈനയുടെ നിയമസഭയുടെ പേര്. ചൈനയിലാണ് ഏകമണ്ഡല നിയമസഭ നിലനിൽക്കുന്നത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സുപ്രീം കമാൻഡർ ഓഫ് ദി ആർമഡ് ഫോഴ്സസ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ സായുധ സേനാ തലവൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ സായുധ സേനാ തലവൻ പ്രസിഡന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൗലികാവകാശമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഇവയിൽ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മൗലികാവകാശമാണ് ഉള്ളത്. 6 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏതാ? സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് ശരിയായിട്ടുള്ള ആൻസർ. മൗലികാവകാശം അല്ലാത്തത്. ഇത് പണ്ട് മൗലികാവകാശമായിരുന്നു, പിന്നീട് അത് മാറ്റപ്പെട്ടതാണ്. ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും. ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി ഡോക്ടർ S രാധാകൃഷ്ണൻ, ഓപ്ഷൻ സി VV ഗിരി, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഹെൽഡ് ഓൺ. ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് ഏത് ദിവസത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നേരത്തെ വന്ന ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം 9th ഡിസംബർ 1946 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത്. ദ പീപ്പിൾ ഡയറക്ട്ലി ഇലക്ട് റെപ്രസെന്റേറ്റീവ് ടു. ജനങ്ങൾ നേരിട്ട് പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത് എവിടേക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രാജ്യസഭയിലേക്കാണോ, ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കാണോ, ലോകസഭയിലേക്കാണോ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കാണോ?
ലോകസഭയിലേക്കാണ് ജനങ്ങൾ നേരിട്ട് പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. ചുവടെ നൽകിയിരിക്കുന്ന ഏത് മൗലിക അവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെന്റൽ റൈറ്റ് വാസ് ഡിക്ലയർഡ് ബൈ ഡോക്ടർ അംബേദ്കർ ആസ് ദി ഹെഡ് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വാവകാശം. റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ നിവാരണാവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു അവകാശപ്രകാരം ഏതൊരു പൗരനും തൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടാൽ, എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നേരിട്ട് സമീപിച്ച് പരിഹാരം തേടാവുന്നതാണ്. ഈ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി പാറ്റേൺ ഓഫ് വിച്ച് കൺട്രി? ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യൻ ഫെഡറേഷൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ 1 USA, ഓപ്ഷൻ 2 കാനഡ, ഓപ്ഷൻ 3 ഓസ്ട്രേലിയ, ഓപ്ഷൻ 4 ഫ്രാൻസ്. കാനഡയുടെ മാതൃകയിലാണ് ഇന്ത്യൻ ഫെഡറേഷൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ മാക്സിമം പെർമിസിബിൾ സ്ട്രെങ്ത് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് എനി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏത് സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും അനുവദിച്ചിട്ടുള്ള പരമാവധി അംഗസംഖ്യ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 500 അംഗങ്ങളാണ് പരമാവധി അംഗസംഖ്യ. ഇൻ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? നവംബർ 24, നവംബർ 26, ജനുവരി 26, ജനുവരി 30. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ബൈകാമറൽ ലെജിസ്ലേച്ചർ? ചുവടെ നൽകിയിട്ടുള്ളതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മധ്യപ്രദേശ്, തമിഴ്നാട്, രാജസ്ഥാൻ, കർണാടക. അപ്പം നമ്മൾ 6 സംസ്ഥാനങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ്വിമണ്ഡലങ്ങളുള്ളത്. അതിൽ കർണാടകയാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്? രാഷ്ട്രമീമാംസയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് ആൻഡ് മാക്കിയവെല്ലി. അരിസ്റ്റോട്ടലിനാണ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആയിട്ട് കണക്കാക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സിവിക്സ് ഏരിയയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും NMS കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ.